പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച പുനരാവിഷ്കരിച്ച് അന്വേഷണ സംഘം. CRPF തലവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവം പുനഃസൃഷ്ടിച്ചത്. സംഭവ ദിവസം ജോലിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. വിവിധ ഓൺലൈൻ പേ ആപ്പുകളിൽ നിന്നും ദില്ലി പോലീസ് പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിരിക്കുകയാണ്. ശനിയാഴ്ചയാണ് പാർലമെന്റ് സുരക്ഷാ വീഴ്ച അന്വേഷണ സംഘം പുനഃസൃഷ്ടിച്ചത്. അന്വേഷണ സംഘ തലവൻ CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിൽ IG റാങ്കിലെ ഉദ്യോഗസ്ഥർ എത്തിയാണ് നടപടി. പാർലമെന്റിന് അകത്ത് അടക്കം 3 ഇടങ്ങളിൽ സംഭവം പുനഃസൃഷ്ടിച്ചു. പാർലമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പാർലമെന്റ് തെളിവെടുപ്പും അന്വേഷണം നടന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നിവയിൽ നിന്ന് ദില്ലി പോലീസ് വിവരങ്ങൾ തേടി. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തുന്നതിനാണ് നടപടി. നീലം ആസാദിന്റെ ജിന്ദിലെ വസതിയിൽ നിന്ന് ബുക്കുകളും ഡയറികളും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തു. അറസ്റ്റിലായവരുടെയും കസ്റ്റഡിയിൽ ഉള്ളവരുടെയും മുഴുവൻ സമൂഹ മാധ്യമ ഇടപെടലിന്റെ വിശദീകരണം തേടി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ ഉടമയായ മെറ്റയ്ക്ക് ദില്ലി പോലീസ് കത്തയച്ചു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ വാട്സാപ്പിൽ നടത്തിയ ചാറ്റുകൾ പങ്കുവയ്ക്കാനും അന്വേഷണ സംഘം മെറ്റയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ദില്ലി.